ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ വചനത്തിന് മുമ്പാകെ ഒരുമിച്ചായിരിക്കാനായിട്ട് കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്ന് കർത്താവിൻ്റെ പ്രാരംഭ നാളുകളിലെ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ കർത്താവുമായിട്ട് ഇടപെട്ട വ്യക്തികളും കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച വ്യക്തികളും ഉൾപ്പെടെ ഉള്ള ആളുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയായിരുന്നു. 1-ാം അധ്യായം അതിൻ്റെ 42 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. അതിനുശേഷമുള്ള പാരഗ്രാഫിൽ 2 വ്യക്തികളാണ് പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് കർത്താവിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നതായിട്ട്. ഈ വിഷയം നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് ഇതെങ്ങനെ താരതമ്യം ചെയ്യാം, നമ്മുടെ ജീവിതവുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിഷയമാണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം പുസ്തകത്തെക്കുറിച്ചൊരു സർവേ പോലെ പഠിച്ചു പോകുന്നത് കൊണ്ട് നമുക്ക് വ്യക്തിപരമായ ഒരു അഭിവൃദ്ധി ഉണ്ടാകത്തില്ല. ദൈവവചനം ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനപ്പെടുന്നു എന്നുള്ളത്. അപ്പം നമുക്ക് നീതിയിൽ അഭ്യസനം ലഭിക്കുന്നതിന് ദൈവവചനത്തെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ മനസ്സിലാക്കി പോകണം. ഈ ഓരോ വ്യക്തികളും കർത്താവിനെ പിൻപറ്റുന്ന രീതികൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായി തന്നെ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വ്യക്തികളുടെ ജീവിതവും കർത്താവിനെ അനുഗമിക്കുന്ന എൻ്റെ ജീവിതവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, സമാനതകളുണ്ടോ എന്ന് നമുക്ക് സ്വയമായിട്ട് പരിശോധിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. 1-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 43-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ 2 വ്യക്തികളെ എടുത്ത് കാണിക്കുന്നു. അതിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള കർത്താവിൻ്റെ സംവാദം വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുമുണ്ട്. നമ്മൾ 43-ാം വാക്യത്തിൽ വായിക്കുന്നത്, പിറ്റേന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. കർത്താവ് നേരിട്ട് ശിഷ്യനായിട്ട് വിളിച്ച ആദ്യത്തെ വ്യക്തിയാണ് ഈ ഫിലിപ്പോസ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അന്ത്രയോസും പത്രോസും ഒക്കെ അന്ത്രയോസ് മുഖാന്തരമാണ്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് പ്രകാരമാണ് യോഹന്നാനും അന്ത്രയോസും, അതായത് അപ്പോസ്തലനായ യോഹന്നാനും അന്ത്രയോസും കർത്താവിനെ പിൻഗമിക്കുന്നത്. അന്ത്രയോസ് പറഞ്ഞത് കേട്ടാണ് പത്രോസ് വരുന്നത്. എന്നാൽ ഇവരുടെ പട്ടണത്തിൽ നിന്നുള്ള ഫിലിപ്പോസിനെ നമ്മൾ വായിക്കുന്ന ഇവർ ഒരേ പട്ടണത്തിൽ നിന്നുള്ളവരാണ് എന്ന് നമ്മൾ അവിടെ തന്നെ വായിക്കുന്നുണ്ട്. 44-ാം വാക്യത്തിൽ വരുമ്പോൾ ഫിലിപ്പോസോ അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവൻ തന്നെ ആയിരുന്നു. അപ്പോൾ ഫിലിപ്പോസിനെയാണ് കർത്താവ് നേരിട്ട് വിളിക്കുന്നത്. നേരിട്ട് വിളിച്ച് എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. ഫിലിപ്പോസ് കർത്താവിനെ അനുഗമിക്കുന്നു. നമുക്ക് സ്വാഭാവികമായിട്ടും ഒരാൾ വിളിക്കുമ്പോൾ വെറുതെ പുറകെ പോകുന്ന ഒരു അനുഭവം ഒരു മനുഷ്യരുടെ ഇടയിലില്ല. അപ്പോൾ ഇവര് ഈ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, കർത്താവിൻ്റെ വിളിയിലുള്ള ഡിവൈൻ അതോറിറ്റി, ആ ദൈവിക അധികാരം, എന്നെ അനുഗമിക്കുക എന്നുള്ള ആ ആഹ്വാനം, അത് ദൈവിക ആഹ്വാനമായിട്ട് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞു. കാരണം ഈ വ്യക്തികളൊക്കെ കർത്താവിൻ്റെ വരവിനെ കാത്തിരുന്നവരാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവ് തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവ് യോസെഫ്, മറിയ ഇങ്ങനെയുള്ള കർത്താവ് മനുഷ്യാവതാരം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുത്ത വ്യക്തികൾ, പ്രവാചകന്മാരായിട്ട് ദൈവം കൊണ്ടുവരുന്ന വ്യക്തികൾ, കർത്താവിന് വേണ്ടി പോകുന്ന വ്യക്തികൾ, ഇവരൊക്കെ ദൈവരാജ്യത്തെക്കുറിച്ച് വാഞ്ചിച്ചും ആഗ്രഹിച്ചും ഒക്കെ നിൽക്കുന്ന വ്യക്തികളാണ്. ഇപ്പം യോഹന്നാൻ സ്നാപകന്റെ അമ്മയാണെങ്കിൽ കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ച് ദേവാലയത്തിൽ രാപ്പകൽ ആയിരുന്ന വ്യക്തിയായിരുന്നു. അപ്പം അങ്ങനെയുള്ള വ്യക്തികളിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. കർത്താവിനെ അന്വേഷിക്കുന്നവർ അല്ലെങ്കിൽ രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനെ അതിലാക്കുമെന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവിക വിഷയങ്ങളിൽ താല്പര്യവും ആഗ്രഹമുള്ളവരെ കർത്താവ് സന്ദർശിക്കുമ്പോൾ, ആഹ്വാനം ചെയ്യുമ്പോൾ അവർക്ക് അത് ഉൾക്കൊള്ളുവാനായിട്ട് പ്രത്യേക ഒരു സംശയത്തിൻ്റെ സാഹചര്യമില്ല. കാരണം അവർക്ക് ആ വിഷയങ്ങൾ, അവരുടെ ആത്മാവ് വാഞ്ചിക്കുന്ന വിഷയം അവരുടെ മുമ്പിൽ വെളിപ്പെട്ട് വരുമ്പോൾ അവർക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നു. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയൊക്കെയാണ്. ഫിലിപ്പോസിനെ കർത്താവ് വിളിച്ചു, എന്നെ അനുഗമിക്കുക എന്നൊരു വാക്ക് പറയുന്നു. എന്നാൽ ഫിലിപ്പോസ് കർത്താവിനെ അനുഗമിക്കുന്നു. യാതൊരു മടിയും കൂടാതെ ഫിലിപ്പോസ് കർത്താവിനെ അനുഗമിക്കുന്നു. ഫിലിപ്പോസിന്റെ ഈ അനുഗമനത്തെക്കുറിച്ച് അല്ലെങ്കിൽ പിൻപറ്റലിനെ കുറിച്ച് വേറെ വിശദീകരണമൊന്നും ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനത്തിൽ നമുക്ക് നൽകുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഒബീഡിയന്റ് സെർവൻ്റ് ആയിട്ട് ഫിലിപ്പോസ് കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവരൊരു കൂട്ടമാണ്. അതായത് ഈ ഫിലിപ്പോസ്, അന്ത്രയോസ്, പത്രോസ്, ഇവരൊക്കെ ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ് ആണ്. ബേസിക്കലി മുക്കുവന്മാരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവര് ഈ ഒരു കൂട്ടായി നിൽക്കുന്ന ഈ വ്യക്തി, ഇവരുടെ സംസാര വിഷയം ഇസ്രായേലിന്റെ
വീണ്ടെടുപ്പുകാരനായ വാഗ്ദത്ത മെശിഹയെ കുറിച്ചാണ്, അവരാണ് പ്രതീക്ഷ. അപ്പോൾ മറ്റുള്ളവരെ യോഹന്നാൻ സ്നാപകനും അന്ത്രയോസും ഒക്കെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ കർത്താവ് പിറ്റന്നാൾ, അതായത് ഈ പത്രോസുമായിട്ടുള്ള സംസാരത്തിന് ശേഷം പിറ്റന്നാൾ, അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിഷയമുള്ളൂ, ഈ കർത്താവ് പത്രോസുമായിട്ട് സമ്പാദിച്ച വിഷയം സ്വാഭാവികമായും ഫിലിപ്പോസും അറിഞ്ഞിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് വചനത്തിൽ പറഞ്ഞിട്ടില്ല, അത് ഞാൻ അതിന് പോസിബിലിറ്റി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇവര് ഒരേ പട്ടണത്തിൽ നിന്നുള്ളവരാണെന്ന് കർത്താവ് പറയാനായിട്ടുള്ള ദൈവത്തിന്റെ ആത്മാവ് എല്ലാ കാര്യവും വിസ്തരിച്ച് പറയണമെന്നില്ല. എന്നിട്ട് പറയുകയാണ് പത്രോസിന്റെയും അന്ത്രയോസിന്റെയും പട്ടണത്തിൽ നിന്നുള്ളവനാണ് ഫിലിപ്പോസും. അപ്പൊ സ്വാഭാവികമായിട്ടും തലേദിവസം നടന്ന വിഷയങ്ങൾ അന്ത്രയോസ് അറിഞ്ഞിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സാധ്യതകളും ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഈ സാധ്യതകളെ ഉള്ളിൽ നിർത്തിക്കൊണ്ട് ഫിലിപ്പോസ് സഞ്ചരിച്ച് വരുന്ന സമയത്താണ് കർത്താവ് നേരിട്ട് ഫിലിപ്പോസിനെ, അതൊരു സ്പെഷ്യൽ പ്രിവിലേജാണ്, മറ്റുള്ളവരാൽ ഡയറക്റ്റ് ചെയ്യപ്പെട്ടു വരികയും കർത്താവ് നേരിട്ട് വിളിക്കുകയും ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കർത്താവിൽ എല്ലാവരും ശിഷ്യന്മാർ തന്നെയാണ്, പക്ഷെ അത് കുറച്ചുകൂടെ ഹൃദ്യമായിരിക്കുന്ന ഒരു അനുഭൂതിയിലേക്ക് അത് വരും. അതെങ്ങനെ ഫിലിപ്പോസിൽ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ താഴോട്ടുള്ള വിഷയം വായിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ യോഹന്നാൻ ഈ വിഷയം എഴുതി വരുമ്പോൾ ഹൃദയസ്പർശിയായ നിലയിലാണ് യോഹന്നാൻ ഈ വിഷയം എഴുതി വരിക. നമ്മുടെ ഹൃദയത്തെ യോഹന്നാൻ നരേറ്റ് ചെയ്യുന്ന വിഷയങ്ങൾ, വിശദമാക്കുന്ന വിഷയങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. അത് നമ്മുടെ ഹൃദയത്തിലും ക്രിയേറ്റ് ചെയ്യണമെന്ന് യോഹന്നാനിൽ നിർബന്ധമുണ്ട്. അത് സൈദ്ധാന്തികമായിട്ട് അല്ലെ തിയറിറ്റിക്കലായിട്ട് ഒരു വിഷയം പ്രസന്റ് ചെയ്യുകയല്ല, വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു അനുഭവത്തിലേക്ക് വരിക എന്നുള്ളതാണ് അവിടെ പ്രത്യേകമായിട്ട് എഴുത്തുകാരൻ ഉദ്ദേശിക്കുന്ന വിഷയം. അപ്പോൾ നമ്മൾ അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ 45-ാം വാക്യത്തിൽ വരുമ്പോൾ ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് പറയുന്ന വിഷയമാണ് നമ്മൾ കാണുന്നത്. അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസെഫിന്റെ പുത്രനായിരിക്കുന്ന നസറത്തുകാരൻ തന്നെ, യേശു എന്ന നസറത്തുകാരൻ തന്നെ. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നഥനയേലിനോട് ഈ വിഷയം പറയും. എന്തുകൊണ്ട് നഥനയേലിനോട് ആ വിഷയം പറയാനുള്ള കാരണം എന്താ? നഥനയേല് ഈ വിഷയം ആരാഞ്ഞന്വേഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ കർത്താവ് സമ്പാദിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം, ഈ നഥനയേല് ആത്മീയ വിഷയങ്ങൾ വളരെ താല്പര്യമുള്ള, ശുഷ്കാന്തിയുള്ള, അതിനെക്കുറിച്ച് ചിന്തയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നമ്മൾ താഴോട്ട് വരുമ്പോൾ വിഷയം വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഫിലിപ്പോസ് പരിചയപ്പെടുത്തുന്ന വിഷയം, യേശു കർത്താവിനെ പരിചയപ്പെടുത്തുന്ന വിഷയം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും പറഞ്ഞത്. അപ്പൊ ഫിലിപ്പോസിന്റെ പ്രസന്റേഷൻ, അപ്പൊ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ രക്ഷിതാവായിരിക്കുന്ന മശിഹയായിരിക്കുന്ന വ്യക്തിയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അവൻ നസ്രത്തുകാരനാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നസ്രത്ത് എന്ന് പറയുന്നത് ചെറിയ പട്ടണമാണ്, അത്ര വലിയ ഇസ്രായേലിലെ വലിയ പ്രോമിനന്റ് പ്ലേസ് ഒന്നും അല്ല ഈ നസ്രത്ത്. അപ്പോൾ നഥനയേൽ സ്വാഭാവികമായിട്ട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ, അങ്ങനെ എന്തെങ്കിലും പ്രവചനമോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ വന്ന് കാണുവേ. അപ്പോൾ ഈ ഒരു പ്രയോഗം ഇത് യഹൂദന്മാരുടെ ഇടയ്ക്കുള്ള ഒരു കോമൺ പ്രയോഗമാണ്. എന്ന് പറഞ്ഞാൽ വ്യക്തമായ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അംഗീകരിച്ചാൽ മതി, വന്ന് കാണുവേൻ. കർത്താവിനോട് നീ എവിടെ പാർക്കുന്നു എന്ന് യോഹന്നാനും അന്ത്രയോസും ചോദിക്കുന്ന സമയത്ത് കർത്താവ് പറയുന്നത് വന്ന് കാണുമേ. ഇവിടെ ഫിലിപ്പോസ് നഥനയേലിനോട് പറയുന്ന വിഷയവും വന്ന് കാണുക എന്ന് പറഞ്ഞാൽ അവൻ ന്യായപ്രമാണവും മോശയും പറഞ്ഞ പ്രവാചകൻ തന്നെയാണ്, അല്ലെങ്കിൽ വാഗ്ദത്ത മെശിഹ തന്നെയാണ് ഈ ക്രിസ്തു എന്ന് ഞാൻ മനസ്സിലാക്കി, ഇന്ന ക്വാളിറ്റി ഉണ്ട് എന്നതാണ് വിഷയങ്ങൾ ഒന്നും വിസ്തരിക്കാതെ, ഒന്നും പ്രസംഗിക്കാതെ, ഒരു ഡിഫൻസും നടത്താതെ, ഒരു ന്യായവാദവും നടത്താതെ ജസ്റ്റ് പറയുകയാണ്, നീ വന്നൊന്ന് കാണുക. അപ്പൊ കർത്താവിനെ വ്യക്തിപരമായി ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് കർത്താവിനെ അടുത്തറിയുക. നമ്മൾ പറയാം അവനെ രുചിച്ച് നോക്കുക. നമ്മൾ രുചിച്ചറിഞ്ഞ് നോക്കുക നമ്മൾ പറയുന്നുണ്ട്. ഈ രുചിച്ചറിയുക എന്ന് പറയുന്നതിന്റെ ശരിയായ ആശയമൊന്നും നമ്മൾ വേണ്ടത്ര ഉൾക്കൊള്ളാറില്ല. എന്നാൽ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ആശയം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. നമ്മൾ അവനെ രുചിച്ചറിഞ്ഞു എന്ന് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ കർത്താവിനെ അടുത്തറിഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ ആശയം എത്ര വിശാലമാണ് എന്ന്. അപ്പോൾ ഫിലിപ്പോസ് കർത്താവിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. മോശയും ന്യായപ്രമാണവും പ്രവാചകന്മാരും പറഞ്ഞ മിശിഹയെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. അത് ഇന്ന വ്യക്തിയാണ്, ജോസഫിന്റെ മകനായ നസ്രത്തുകാരൻ. എന്താ ജോസഫിന്റെ മകനായ നസ്രത്തുകാരൻ ഇവർക്കൊക്കെ പരിചയമുള്ള ആൾ, കേട്ടിട്ടുണ്ട്, അറിയപ്പെട്ടു വരുന്ന വ്യക്തിയാണ്. അപ്പോൾ വ്യക്തമായ ഒരു ഐഡന്റിഫിക്കേഷന്, വ്യക്തമായിട്ടുള്ള ഒരു മുദ്ര, അല്ലെങ്കിൽ ഇന്ന ആളാണ് ഈ വ്യക്തി എന്ന് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ സ്വാഭാവികമായ ഒരു സംശയം മാത്രമാണ് നഥനയേലിന്റെ ഉള്ളിൽ ഉണ്ടായത്.
നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? എന്നാൽ വന്നു കാണുക എന്ന വാക്ക് താൻ കേട്ടു. താൻ കർത്താവിന്റെ അടുക്കിലേക്ക് നദനയേലെ വന്നു കാണുവിൻ എന്നുള്ള ആഹ്വാനം കേട്ട് നദനയിൽ പോകുന്നു. ഈ ശിഷ്യന്മാരൊക്കെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ദൈവിക ആഹ്വാനത്തോട് അവർ മറുക്കാതെ, മറുതലിക്കാതെ, അതാര് പറഞ്ഞു എന്നുള്ളതല്ല, എന്താണ് സന്ദേശം. ഇന്ന് നമ്മുടെയൊക്കെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ മനുഷ്യരുടെ പൊതുവായ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവിക വിഷയങ്ങളോട് മറുതലിച്ചു നിൽക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ട്. അതെല്ലാ മനുഷ്യർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്. അപ്പൊ എല്ലാ മനുഷ്യർക്കുള്ള ഒരു പ്രത്യേകതയാണ് ദൈവിക സന്ദേശത്തോട് മറുതലിച്ച് നിൽക്കുക. അത് അങ്ങനെയല്ല. അല്ലെങ്കിൽ അത് പൗലോസ് പറഞ്ഞതാണ്, പത്രോസ് പറഞ്ഞതാണ്, അത് ഇന്നത്തെ കാലത്തെക്കുറിച്ചല്ല, അന്നത്തെ സംസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ നിലപാടിനെ ന്യായീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. എന്നാൽ ഈ വ്യക്തികൾ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട്, കർത്താവ് അനുഗമിച്ച വ്യക്തികൾ, യോഹന്നാൻ എടുത്തു കാണിക്കുന്ന ഈ 5 പേർ, ആദ്യത്തെ 5 പേര്, മറ്റുള്ളവർ അങ്ങനെ തന്നെ കർത്താവ് അനുഗമിക്കാൻ പറഞ്ഞു. അവര് വടയും പടകും വലയും ഒക്കെ വിട്ട് അനുഗമിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ യോഹന്നാൻ ആ വാക്ക് കൃത്യമായിട്ട് പറയുകയാണ്. യാതൊരു മറുതലിപ്പും കൂടാതെ കൃത്യമായ നിലയിൽ അവർ കർത്താവിനെ അനുഗമിക്കുകയാണ്. അവിടെ ഒരു മറുചോദ്യത്തിനോ കാര്യങ്ങൾക്കോ ഇല്ല. കാരണം എന്താ? അവരുടെ പ്രതീക്ഷയാണ്. നമ്മൾ കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ ഒത്തിരി പ്രസംഗിക്കും. ലോകത്തിന്റെ ചരിത്ര സംഭവങ്ങൾ വെച്ച് നമ്മൾ ഘോരം പ്രസംഗിക്കും. കർത്താവ് വരവായത് ഇങ്ങെത്തി, നാളെ രാവിലെ ഇങ്ങെത്തും, 2000-ലെത്തി, 2015-ലെത്തി, 1970-ലെത്തി, ഇങ്ങനെ ഡേറ്റ് ഒക്കെ കുറിച്ച് നമ്മളിങ്ങനെ ഇരിക്കുക. പക്ഷെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാകാറില്ല. ഇത് വെറും അതരചറുവാണ്, വാചക കസർത്ത് മാത്രമായി കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ഈ പ്രസംഗങ്ങൾ. എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ നാളടുത്തു, വരവടുത്തു എന്ന് വരും തോറും നമ്മളെ തന്നെ ക്രമീകരിപ്പിൻ എന്നാണ് ദൈവജനം ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യം ഈ പ്രസംഗിക്കുന്ന വ്യക്തികൾക്ക്, ഇത് പറയുന്ന വ്യക്തികൾക്ക്, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ക്രമീകരണം അതിന് പ്രകാരം ഉണ്ടാകണം. അപ്പോൾ പ്രസംഗം മാത്രമേ ഉള്ളെങ്കിൽ അതിൻ്റെ അർത്ഥം അത് കേവലം വാചക കസർത്ത് മാത്രമാണ്. ഇവിടെ ഈ കർത്താവിന്റെ വരവിനെ വാഗ്ദത്തം വശ ഞാൻ കമ്പയർ ചെയ്യാനായിട്ടുള്ള കാരണം പറഞ്ഞാൽ, കർത്താവ് വാഗ്ദത്തം വശക ഇസ്രായേലിന്റെ രക്ഷയായവൻ വരുമെന്ന മോശയും പ്രവാചകന്മാരും പറഞ്ഞ വിഷയത്തെ ഹൃദയത്തിൽ ആവഹിച്ചിരുന്ന യഹൂദന്മാരായിരുന്ന ചെറുപ്പക്കാർ, ഇവർ യുവാക്കന്മാരാണ് ഇവരെല്ലാവരും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണേ. കർത്താവിനെ പിൻഗമിച്ചത് വാർദ്ധക്യത്തിൽ റിട്ടയർഡായ ആൾക്കാരല്ല, എല്ലാം നല്ല ചെറുപ്പക്കാരാണ്. അപ്പൊ ഈ ചെറുപ്പക്കാർ, യുവാക്കന്മാരായിരിക്കുന്ന ഈ വ്യക്തികളുടെ ഉള്ളിലെ പ്രതീക്ഷ എന്ന് പറയുന്നത് രക്ഷിതാവ് വരുമെന്നുള്ളതാണ്. അപ്പൊ ആ രക്ഷിതാവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ ആ വിഷയം സംബന്ധിച്ച് ലഭിക്കുന്ന സന്ദേശത്തോട് വളരെ ക്രിയാത്മകമായിട്ടാണ് അവര് പ്രതികരിച്ചത്. അപ്പോൾ ഈ നദനേൽ എന്ന് പറയുന്ന വ്യക്തിയും അതേ നിലയിൽ കർത്താവിന്റെ വരവിനെ പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. 47-ാം വാക്യത്തിൽ വരുമ്പോൾ, ഹൃദയങ്ങളെയും ഉൾപ്പുവുകളെയും ആരായുന്ന നമ്മുടെ കർത്താവ് ഈ നദനേലിനെ കുറിച്ച് ഒരു സാക്ഷ്യോടെ പറയുകയാണ്. ഇവൻ സാക്ഷാൽ ഇസ്രായേലിനാണ്, ഇവനിൽ കപടമില്ല. ഇവനൊരു നല്ല ചോദ്യം ചോദിച്ചത്, നാസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? പക്ഷെ അത് ജസ്റ്റ് ഒരു എൻക്വയറി, അവന്റെ ഒരു ക്യൂരിയോസിറ്റി മാത്രമാണ് അത്. അവൻ സിൻസിയർ ആണ്, അവൻ ജെനുവിനാണ്, അവന്റെ ചോദ്യം ജെനുവിനാണ്, അവന്റെ ഹൃദയം ശുദ്ധിയുള്ളതാണ് എന്നുള്ള വിഷയം. സാക്ഷാൽ ഇസ്രായേലി എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്രായേലിയൻ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിനെ കാത്തിരിക്കുന്നവൻ തന്നെയാണ്. അപ്പോൾ ഒരു വിശ്വാസി എന്ന് നമ്മൾ പറയുന്ന പ്രകാരം, വിശ്വാസി എന്ന് പറഞ്ഞാൽ കർത്താവിനെ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന പോലെ, വാഗ്ദത്ത മെശിഹയെ കാത്തിരിക്കുന്ന ഒരു ഇസ്രായേലിനാണ് ഈ നദനയേൽ. ഈ നദനയേൽ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ കർത്താവ് അവനെക്കുറിച്ച് പറയുന്നത്, ഇവൻ സാക്ഷാൽ ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോൾ ഇവനിൽ കപടമില്ല എന്ന് അവനെക്കുറിച്ച് പറഞ്ഞു. 48-ാം വാക്യം, നദനയേൽ അവനോട്, എന്നെ എവിടെ വെച്ചറിയും എന്ന് ചോദിച്ചതിന്, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നുത്തരം പറഞ്ഞു. ഇവിടെ ഈ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ നമ്മളിതൊരു ഭാവനാത്മകമായി ചിന്തിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. കർത്താവ് ഈ 51-ാം വാക്യത്തിൽ പറയുന്ന ഒരു വിഷയവും ഇവിടെ പറയുന്ന വിഷയം തമ്മിലൊന്ന് ലിങ്ക് ചെയ്താൽ, യാക്കോബ് കണ്ട സ്വപ്നത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദനേലിനെയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. ഈ ഗോവണിയിലൂടെ ദൈവദൂതന്മാർ കയറുക എറിഞ്ഞുകയും ചെയ്യുന്ന ചിത്രമാണ് കല്ല് തലേണയായിട്ട് വെച്ച് യാക്കോബ് കിടക്കുമ്പോൾ കാണുന്ന കാഴ്ച. ഇസ്രായേലിന്റെ വാഗ്ദത്ത വിഷയമായിരിക്കുന്ന രക്ഷിതാവിനെ കാത്തുകൊണ്ട് അത്തിയുടെ കീഴിലിരിക്കുന്ന നദനേലിന്റെ ഹൃദയത്തിൽ ന്യായപ്രമാണത്തിലെ വിഷയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നുപോയി. അതുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് കർത്താവ് കൃത്യമായിട്ടൊരു കാര്യം പറയുകയാണ്, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും എന്നവനോട് പറഞ്ഞു. അപ്പോൾ അവന്റെ ഹൃദയത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ആത്മീയ സന്ദേശത്തോട് ചേർത്തുകൊണ്ട് തന്നെ കർത്താവ് അവനൊരു ഭാവികാല സംഭവത്തെ
സൂചിപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഇത്രയും ഹൃദ്യമായി ഹൃദയത്തോട് സംവാദിക്കുന്ന ഒരു രംഗമില്ല. നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്ന വിഷയം തന്നെ നമ്മളോട് ഒരു വ്യക്തി പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് എത്ര വലുതായിരിക്കും. നമ്മൾ സ്വാഭാവിക മാനുഷിക വിഷയങ്ങളാണെങ്കിൽ പോലും നമ്മൾ ഹൃദയത്തിൽ ചിന്തിക്കുന്ന ഒരു വിഷയത്തെ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയം ആ വ്യക്തിയുടെ ഹൃദയവുമായിട്ട് ചേർന്നു പോകും. ഇവിടെ നഥനയേലിനോട് കർത്താവ് സംവാദിക്കുമ്പോൾ ഇവനൊരു സാക്ഷാൽ ഇസ്രായേലിനാണ് എന്ന് പറയുമ്പോൾ അവനെ പൊക്കിപ്പറഞ്ഞു മുഖസ്തുതി പറഞ്ഞൊന്നുമല്ല. കർത്താവ് അവനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് അവനെക്കുറിച്ച് പറഞ്ഞു. ആ സാക്ഷ്യം അവന് ഇഷ്ടമാണ്. എന്നാൽ അടുത്ത വാക്കാണ് അത് കേട്ടപ്പോൾ അവൻ എന്തു പറഞ്ഞു? ഗുരു എന്ന് പറഞ്ഞ് കർത്താവിനെ നീ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. യേശുക്രിസ്തുവാണ് ദൈവപുത്രൻ എന്നുള്ള വിഷയം നഥനയേലിന് ബോധ്യപ്പെട്ടു. എന്നാൽ കർത്താവ് അവനോട് പറഞ്ഞു, ഇതിലും വലിയത് കാണും. ഏതാ ഇതിലും വലിയത്? ഇവൻ എന്തായിരുന്നു ചിന്തിച്ചുകൊണ്ടിരുന്നത് അത് സംബന്ധിച്ച് കർത്താവ് അവനൊരു വാഗ്ദത്തം കൊടുക്കുമ്പോൾ നിന്നോട് സംസാരിക്കുന്ന വ്യക്തി തന്നെയാണ് ദൈവപുത്രൻ എന്നുള്ള വിഷയം നിനക്ക് ബോധ്യപ്പെടും എന്നുള്ള വിഷയം വ്യക്തമാകുകയാണ്. ഇവിടെ കമൻസി വന്ന് കാണുക. ഇപ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ചെന്ന് ചില കാര്യങ്ങൾ നമ്മൾ കാണണം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് വിശ്വാസികളുടെ ഇടയ്ക്ക് ഏറ്റവും അനുഭവം ഈ ഒരു അനുഭവം വളരെ കുറവാണ്. ഇത് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ കർത്താവ് ഭൂമിയിലില്ലല്ലോ, അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. കർത്താവിൻ്റെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുന്ന ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി ചെല്ലേണ്ട നമുക്കറിയാം, മോശയും പ്രവാചകന്മാരും പറഞ്ഞ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫിലിപ്പോസ് നഥനയേലിനോട് കർത്താവിനെ കുറിച്ച് പറയുന്നത്. എന്നാൽ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞത് എന്താണ്? ഇത് അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട്. ബാക്കിയൊന്നും എടുത്തു പറഞ്ഞില്ല. പക്ഷെ ഇവർക്കറിയാം ഈ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറയുന്നത് വാഗ്ദത്ത മെസ്സിയെക്കുറിച്ചാണ് എന്നിവർക്കറിയാം. അത് ന്യായപ്രമാണത്തിലെ വിഷയം തന്നെയാണ്. പക്ഷെ ഫിലിപ്പോസ് നഥനയേലിനോട് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണ്, പഴയ നിയമ തിരുവെഴുത്തിൽ പ്രവാചകന്മാരും മോശയും അരുളി ചെയ്ത വാഗ്ദത്ത മെസ്സിയെ ഞങ്ങൾ കണ്ടിരിക്കുന്നു, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. ഈ വിഷയമാണ് യോഹന്നാൻ അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുകയും ഞങ്ങളുടെ കൈ തൊടുകയും ഞങ്ങൾ ഇടപെടുകയും ചെയ്ത വ്യക്തിയായിരിക്കുന്ന കർത്താവിനെ കുറിച്ച് ഞങ്ങൾ സാക്ഷ്യപ്പെടുന്നു. ഈ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന്, ബോധ്യത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയങ്ങൾക്ക് വിശ്വാസ്യത കൂടുതലായിരിക്കും, സ്വീകാര്യത കൂടുതലായിരിക്കും. പലപ്പോഴും നമ്മൾ ഇന്ന് ദൈവവചനം സംസാരിക്കുമ്പോൾ, ഈവൻ സുവിശേഷം പറയുമ്പോൾ പോലും നമ്മൾ തലച്ചോറിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഹൃദയവുമായിട്ട് അതിന് ബന്ധം വരാറില്ല. അതുകൊണ്ടാണ് ഫലങ്ങൾ കുറഞ്ഞു വരുന്നത്. ഇത് എൻ്റെ ഉൾപ്പെടെയുള്ള കുഴപ്പമായിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ പരിജ്ഞാനത്തിൽ നിന്ന്, അറിവിൽ നിന്ന്, ബുദ്ധിയിൽ നിന്ന് ആത്മീക വിഷയങ്ങളെ സംസാരിക്കുമ്പോൾ അതിന് സ്വീകാര്യത പൊതുവെ കുറയും. പക്ഷെ അത് ഹൃദയത്തിൽ നിന്നാകുമ്പോഴോ അത് എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട്, ഫീൽ ചെയ്യുവാനായിട്ട് അത് കേൾക്കുന്ന വ്യക്തികൾ സാധിക്കും. എന്നതൊക്കെ നമ്മുടെയൊക്കെ സഭാന്തരീക്ഷത്തിൽ ദൈവവചനത്തിന് യാതൊരു ഇഷ്ടംപോലെ ദൈവവചന പ്രസംഗം ഉണ്ടല്ലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പൂരാകൃതി ബഹളവും നടക്കുന്നതിന് കാരണം എന്താ? ഈ പ്രസംഗവും നമ്മുടെ ഹൃദയം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മൾ എന്തൊക്കെയോ ഔട്ട്ലൈൻ ഉണ്ടാക്കി പഠിപ്പിക്കുന്നു എന്നതിൽ കവിഞ്ഞ ഹൃദയവുമായിട്ട് അതിന് ബന്ധം വരാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ കർത്താവിനെ അനുഗമിച്ച ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, യോഹന്നാൻ സ്നാപകനാണെങ്കിലും പിൻഗമിച്ച ശിഷ്യന്മാരാണെങ്കിലും കർത്താവ് വിളിച്ചിറക്കിയ ഫിലിപ്പോസ് ആണെങ്കിലും അവരുടെ ഹൃദയത്തിന്റെ പ്രതീക്ഷ കർത്താവ് വാഗ്ദത്ത മെസ്സിഹ തങ്ങളുടെ കാലത്ത് തന്നെ വരണം എന്നുള്ളതാണ്. ആ പ്രതീക്ഷ വന്നു എന്ന് കാണുമ്പോൾ അവരുടെ ഹൃദയം സന്തോഷം കൊണ്ട്, അത് കാണുവാനുള്ള ഒരു വ്യഗ്രത, ഒരു വല്ലാത്തൊരു ആകാംക്ഷ അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നു. ഈ ആകാംക്ഷയോട് കൂടിയാണ് അവർ കർത്താവിന്റെ അടുക്കൽ ചെല്ലുന്നത്. അപ്പൊ യോഹന്നാൻ 1-ാം അധ്യായത്തിൽ, നമ്മൾ 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വന്നിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൽ പറഞ്ഞു വെക്കുന്ന വിഷയം എന്ന് പറഞ്ഞാല്, കർത്താവിനെ പിൻപറ്റുന്ന വ്യക്തികൾ കർത്താവിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നവരാണ്. അവർക്ക് കിട്ടിയ ഡയറക്ഷനോട് അവര് കൃത്യമായി പ്രതികരിച്ചു. ഈ കൃത്യമായ പ്രതികരണത്തിൽ ഏകദേശം 10 കാര്യങ്ങളാണ് 1-ാം അധ്യായത്തിൽ യേശു കർത്താവിനെ കുറിച്ച് അല്ലെങ്കിൽ വാഗ്ദത്ത മെസ്സിഹയെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നത്. ഞാൻ ലിസ്റ്റായിട്ട് അങ്ങ് പറഞ്ഞു പോകും, റെഫറൻസ് സഹിതം ഒന്ന് പറഞ്ഞങ്ങ് പോകാം. കാരണം പഠിക്കുന്നവർക്ക് പിന്നീട് ആ വിഷയം വിശദമായിട്ട് പഠിച്ചു പോകാവുന്നതാണ്. ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിനെ എല്ലാവരും അറിയണം എന്നതാണ് യോഹന്നാൻ എഴുതുന്നതിൻ്റെ യേശുക്രിസ്തു ദൈവമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. യേശുക്രിസ്തുവാണ് കർത്താവ് അല്ലെങ്കിൽ പ്രവാചകന്മാർ വാഗ്ദത്തം ചെയ്ത രക്ഷിതാവ് എന്നുള്ള വിഷയം എല്ലാവരും അറിയണമെന്നുള്ളതാണ് യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം. അപ്പോൾ ആ രക്ഷിതാവിനെ കുറിച്ച് പഴയ നിയമത്തിൽ എന്തൊക്കെ സൂചകങ്ങൾ കൊടുത്തിരുന്നോ അതിൻ്റെയൊക്കെ ഒരു നിവൃത്തീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം താൻ ഓർമ്മിപ്പിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഈ കണ്ട വ്യക്തികൾ യേശു കർത്താവിൻ്റെ ഓരോ തലങ്ങൾ
ആ ജീവിതത്തിന്റെ, ആ വ്യക്തിത്വത്തിന്റെ ഓരോ തലങ്ങളെയാണ് കണ്ടിരിക്കുന്നത്. ആ തലങ്ങളെ കണ്ട് അതിൻ പ്രകാരമാണ് അവരവർ വിഷയം വിശദീകരിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ യേശു കർത്താവിനെ എങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ യേശു കർത്താവിനെ കുറിച്ച് പറയുന്നത്. പത്രോസിനല്ലേ, നിങ്ങൾ യഹൂദന്മാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു. എന്നിട്ട് അല്ല, ജനങ്ങൾ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിനുശേഷം ശിഷ്യന്മാരോട് കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോഴാണ് പത്രോസ് ചാടിക്കയറി തന്റെ ബോധ്യം വ്യക്തമായിട്ട് പറയുന്നത്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തി കൊടുത്തതാണെന്നും കർത്താവ് പത്രോസിനോട് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ ബോധ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, സ്വർഗത്തിൽ പോകും എന്നുള്ള ഒരു കൺസെപ്റ്റ് അല്ല. ഈ യേശു കർത്താവിനെ കുറിച്ച്, എൻ്റെ ആത്മമണവാളനായിരിക്കുന്ന കർത്താവിനെ കുറിച്ച് എനിക്കുള്ള ബോധ്യമുണ്ട്. ഞാൻ എങ്ങനെയാണ് എൻ്റെ കർത്താവിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ 1-ാം അധ്യായത്തിൽ 10 കാര്യങ്ങളാണ് നമ്മൾ കർത്താവിനോട് ബന്ധത്തിൽ കാണുന്നത്. ഒന്നാമത്, ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടാണ് യോഹന്നാൻ സ്നാപകൻ കർത്താവിനെ പരിചയപ്പെടുത്തുന്നത്. ദൈവത്തിന്റെ കുഞ്ഞാട്, 1-ാം അധ്യായം 36-ാം വാക്യം. പിന്നെ 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഗുരു അല്ലെങ്കിൽ ഉപദേഷ്ടാവായി കാണുന്നു. നമ്മൾ കർത്താവിനോട് അന്ത്രയോസ് ചെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ഗുരു നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഗുരുവായിരിക്കുന്ന സ്നാപക യോഹന്നാൻ ചൂണ്ടിക്കാണിച്ച, യോഹന്നാൻ ഏത് ഗുരുവിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്? ആ ഗുരു. അപ്പോൾ ഇവര് ഗുരു അല്ലെങ്കിൽ ഉപദേഷ്ടാവായിട്ടാണ് യേശു കർത്താവിനെ കണ്ടത്. 1-ാം അധ്യായം 38, 39 വാക്യങ്ങള്. 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അന്ത്രയോസ് പത്രോസിനോട് പറയുന്ന വിഷയം, ഞങ്ങൾ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും ബോധ്യങ്ങൾ അത് എല്ലാം ഒന്നിനോട് ഒന്ന് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നമ്മുടെ കർത്താവിന്റെ വ്യക്തിത്വത്തിന്റെ ശുശ്രൂഷയുടെ വിവിധ തലങ്ങളെ എടുത്ത് കാണിക്കുന്ന വിഷയങ്ങൾ ഓരോരുത്തർക്കും കർത്താവിനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധ്യം. അന്ത്രയോസ് ശീമോനോട് മിശിഹ എന്ന് പറഞ്ഞു. 1:42 വരുമ്പോൾ നമ്മൾ പത്രോസിനോടുള്ള ബന്ധത്തിൽ കാണുമ്പോൾ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തിയായിട്ടാണ് പത്രോസിന് കർത്താവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പത്രോസിന് ശീമോൻ എന്നുള്ള പേര് മാറ്റി കേഫ അല്ലെങ്കിൽ പത്രോസ് എന്നുള്ള പേര് കൊടുക്കുന്നത് കർത്താവാണ്. ഒരു സമൂലമായിരിക്കുന്ന പരിവർത്തനം വരുത്തുന്ന വ്യക്തിയാണ് കർത്താവ് എന്നുള്ള വിഷയം പത്രോസിന് അവിടെ ബോധ്യപ്പെടുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പരിവർത്തനം, രൂപാന്തരം ഉണ്ടാകും. അതാണ് രക്ഷയുടെ പ്രത്യേകത. ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വയമായിട്ട് ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. രൂപാന്തരം ഉണ്ടായിട്ടുണ്ടോ, പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ പത്രോസിനെ സംബന്ധിച്ച് അവന്റെ പേര് പോലും മാറ്റപ്പെട്ടു പോയെന്നുള്ളതാണ്. എന്നാൽ പത്രോസിന് ജീവിതത്തിൽ പിന്നെയും പല ബലഹീനകൾ വരുന്നെങ്കിലും വീണ്ടും പരിവർത്തനം ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിലേക്കൊക്കെ പിന്നാലെ വരുന്നതും. പിന്നെ നമ്മൾ കാണുന്നത് മോശയും പ്രവാചകന്മാരും എഴുതിയത് ഏകദേശം 300 പ്രവചനങ്ങൾ കർത്താവിന്റെ അല്ലെങ്കിൽ മശിയെക്കുറിച്ച് പഴയ നിയമത്തിലുണ്ട്. അപ്പോൾ ആ വിഷയങ്ങളെ എല്ലാം സമ്മറൈസ് ചെയ്തിട്ടുകൊണ്ട് ഫിലിപ്പോസ് നദലിനോട് പറയുകയാണ്, മോശയും പ്രവാചകന്മാരും എഴുതിയവനാണ് കർത്താവ്. എഴുതിയിരിക്കുന്നത് മോശയും പ്രവാചകന്മാരും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നോ അതാണ് കർത്താവ്. 5-ാമത്തെ വിഷയം. 6-ാമതായിട്ട്, നസറത്തുകാരനായ യോസെഫിന്റെ പുത്രൻ. ഇവിടെ ഫിലിപ്പോസ് തന്നെ നദനയേലിനോട് പറയുന്ന വിഷയമാണ്, നസറത്തുകാരനായ യോസെഫിന്റെ മകനാണ് ഈ വാഗ്ദത്ത മെശിഹ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന് അവിടെ കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് താൻ സംസാരിക്കുന്നു എന്നുള്ള വിഷയം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. 47-48 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ സർവജ്ഞാനിയായ യേശു ക്രിസ്തു നദനയേലിനോട് സംസാരിക്കുമ്പോൾ, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തെ ഞാൻ അറിഞ്ഞു. അവൻ എന്താണ് ചിന്തിച്ചത്, അവൻ എന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിഷയം കർത്താവ് അറിഞ്ഞു എന്നുള്ള വിഷയം ബോധ്യപ്പെടുന്നു. അതുകൊണ്ട് സർവജ്ഞാനിയായ കർത്താവായിട്ട് നദനയേലിന്, അതുകൊണ്ടാണ് നദനയേല് കർത്താവിനെ ഗുരു നീ ദൈവപുത്രൻ എന്ന് പറയുവാനായിട്ടുള്ള കാരണം, തൻ്റെ ഹൃദയത്തെ വ്യക്തമായി അറിയുന്ന ഒരു കർത്താവാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള വിഷയം നദനയേലിന് മനസ്സിലായി. 49-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവപുത്രൻ, അത് നദനയേൽ തന്നെ പറയുന്നതാണ്. 49-ാം വാക്യത്തിൽ തന്നെ ഇസ്രായേലിന്റെ രാജാവ് എന്നുള്ള വാക്ക് നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 51-ാം വാക്യം ഏറ്റവും അവസാനത്തെ ഭാഗത്ത് വരുമ്പോൾ, സ്വർഗത്തെയും മനുഷ്യരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമം അല്ലെങ്കിൽ മുഖാന്തരമാണ് യേശു കർത്താവ് എന്നുള്ള വിഷയവും പറയുകയാണ്. ഇത്രയും വിഷയങ്ങളാണ് 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഇതിന്റെ ഒരു സമ്മറി പോലെ പറഞ്ഞു വരുമ്പോൾ ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടെ ചേർത്ത് പറയുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ പ്രായോഗിക ജീവിതത്തെ നമ്മൾ കൃത്യമായിട്ട് കണ്ട് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ യോഹന്നാൻ സ്നാപകൻ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യോഹന്നാൻ സ്നാപകൻ.
തൻ്റെ ശുശ്രൂഷയെ യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ദൈവ പൈതൽ, ഒരു വ്യക്തി കർത്താവിലേക്ക് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ സമൂലമായിരിക്കുന്ന ഒരു പരിവർത്തനം, രൂപാന്തരം ഉണ്ടാകുന്നു. നമുക്ക് നമ്മുടെയൊക്കെ സ്വന്തം പേര് തന്നെ ഉള്ളൂ, അതിനൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഒരു പേര് കർത്താവ് പ്രത്യേകം തരുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഞാൻ പ്രത്യേകം പേര് കൊടുക്കുമെന്ന് അവിടെ പറയുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യേകത, ഈ 5 പേര്, ഈ 1-ാം അധ്യായത്തിൽ കർത്താവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച 5 പേരെയും യോഹന്നാൻ സ്നാപകനെയും നമ്മൾ കാണുന്നു. യോഹന്നാൻ സ്നാപകന് പ്രവാചകനായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ജനനം പ്രത്യേകമായിരുന്നു, തൻ്റെ വേഷവിധാനങ്ങൾ പ്രത്യേകമായിരുന്നു. എന്താണ് വേഷവിധാനം? തൻ്റെ വസ്ത്രധാരണം. നമ്മൾ മത്തായി സുവിശേഷം 3:4 വരുമ്പോൾ യോഹന്നാന്റെ വേഷവിധാനത്തെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും അരയിൽ തോൽവാറും ഉണ്ടായിരുന്നു. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവന്റെ പ്രസംഗം കേട്ട് സ്നാനമേൽക്കേണ്ടതിന് വേണ്ടി അനേകര് അവന്റെ അടുക്കൽ വന്നു. ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട്. നമ്മുടെ അറ്റയർ, നമ്മുടെ വേഷവിധാനം അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രധാരണം, നമ്മുടെ മൊത്തം ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്, നമ്മൾ പുറമെ നോക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതിലേക്ക് ഒരു പ്രത്യേകത ദൈവദാസൻ. നമുക്കറിയാം, പഴയ നിയമത്തിൽ പ്രവാചകന്മാർക്ക് അവർ വസ്ത്രധാരണം പ്രത്യേകമായിരുന്നു. മറ്റ് ആളുകൾ ധരിക്കുന്ന, അവർക്ക് കോമൺ ഡ്രസ് കോഡ് ഉണ്ട് ജൂസിന്. എന്നാൽ പ്രവാചകന്മാർക്ക് പ്രത്യേക വസ്ത്രധാരണം. പുരോഹിതന്മാർക്ക് വരുമ്പോൾ അവർക്കും പ്രത്യേക വസ്ത്രധാരണം കൊടുത്തിരുന്നു. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സഭയിലെ വിശ്വാസികൾക്കും ദൈവം പ്രത്യേക വസ്ത്രധാരണം കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറഞ്ഞു വരുന്നതിന് കാരണം, നമ്മൾ ദൈവവചനത്തെ കാലാകാലങ്ങളിൽ, ഇപ്പോൾ ഏകദേശം 200 വർഷങ്ങളായി വേർപാട് പ്രസ്ഥാനം വേർപെട്ട് മുന്നോട്ട് വന്നിട്ട് ഏകദേശം 200 വർഷങ്ങൾ. പ്ലിമത്തിൽ ആരംഭിച്ചു, കേരളത്തിലും ആരംഭിച്ചു. കേരളത്തിൽ ആരംഭിച്ചത് നിസ്തുല്യമായിരിക്കുന്ന, യുണീക്ക് ആയിരിക്കുന്ന ഒരു വേർപാട് സിസ്റ്റം അല്ലെങ്കിൽ നവീകരണ പ്രസ്ഥാനമായിട്ടാണ് വേർപാട് പ്രസ്ഥാനം നിൽക്കുന്നത്. നമ്മളൊക്കെ അതിൻ്റെ ഭാഗം, അല്ലാത്തവർ ഇതിനകത്തുണ്ടോ എന്നറിയില്ല. എന്നാൽ വേർപാട് പ്രസ്ഥാനം അല്ലെങ്കിൽ ബ്രദറുകാർ എന്ന് പറയുന്നവർ ഈ നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിൻഗാമികൾ, പിൻതലമുറക്കാരാണ്. അപ്പൊ ഈ തലമുറക്കാരായിരിക്കും നാം. നമ്മുടെ ജീവിതത്തിൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് സംഭവിച്ച പോലെ പല അപജയങ്ങൾ നമ്മുടെ ഔട്ട്വേർഡ് എക്സ്പ്രഷനിൽ പോലും വന്നിട്ടുണ്ട്. പുതിയ നിയമത്തിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വിഷയം, നമ്മൾ രാജകീയ പുരോഹിതവർഗമാണ്. അപ്പോൾ പ്രവാചകനായിരിക്കുന്ന സ്നാപക യോഹന്നാൻ, പ്രവാചകന്മാരുടെ പട്ടികയിൽ ഏറ്റവും ലാസ്റ്റ് വരികയാണ്. മോശയും പ്രവാചകന്മാരും യോഹന്നാൻ വരെ എന്ന് പറഞ്ഞ് കർത്താവ് കൊണ്ട് ന്യായപ്രമാണ യുഗത്തിന്റെ അന്ത്യം സ്നാപക യോഹന്നാനിൽ കുറിക്കുമ്പോൾ സ്നാപക യോഹന്നാന്റെ വസ്ത്രവും ഭക്ഷണവും യുണീക്കായിരുന്നു. താൻ പറയുന്ന സന്ദേശം തൻ്റെ ജീവിതത്തിൽ കാണുവാനായിട്ട് തനിക്ക് കഴിയുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് നൽകുന്ന ഗുണപാഠം എന്ന് പറയുന്നത്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലയിൽ ഈ ഒരു യുണീക്ക് ഐഡന്റിറ്റി കാണിക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. ഇന്ന് അങ്ങനെ പറയുന്നത് വിശ്വാസികൾക്ക് ഇഷ്ടമല്ല, കേൾക്കുന്നത് വിശ്വാസികൾക്ക് ഇഷ്ടമല്ല, പറയുന്ന ശുശ്രൂഷകന്മാരെയും വിശ്വാസികൾക്ക് ഇഷ്ടമല്ല. എല്ലാവർക്കും അഹരോന്മാരെയാണ് ഇഷ്ടം, മോശയെ ആർക്കും ഇഷ്ടമല്ല. പക്ഷെ നമ്മൾക്കറിയാം, പ്രവാചക ശബ്ദം, ദൈവശബ്ദം ഒരിക്കലും അനുരഞ്ജനത്തിന്റെ ശബ്ദമായിട്ടല്ല മനുഷ്യർക്കിടയിലേക്ക് വന്നത്. കൃത്യമായ വ്യക്തമായ ഡയറക്ഷനോട് കൂടി തന്നെയാണ് ദൈവവചനം മനുഷ്യർക്ക് ലഭ്യമായിട്ടുള്ളത് എന്ന് കാണുവാനായിട്ട് കഴിയും. ഈ യോഹന്നാൻ സ്നാപകന്റെ വസ്ത്രധാരണത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നമ്മുടെ വിശ്വാസികളുടെ വസ്ത്രധാരണം ഞാൻ ഒരു വാക്കിൽ അത് പറഞ്ഞു പോവുകയാണ്. അവിടെ നമ്മൾ പറയുമ്പോൾ എല്ലാവരും അവരവർക്ക് യോഗ്യമായ ഈ വസ്ത്രം, ഈ രീതി, ഈ അറ്റയർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മൊത്തത്തിലുള്ള വേഷവിധാനം എന്ന് പറയുന്നത് നമുക്ക് യോഗ്യമാണ്. നമ്മളിപ്പോൾ സാധാരണ ഒരു ഉപദേശി, ഒരു മൂപ്പൻ, ഒരു വിശ്വാസിയോട് പറയണം, മോനെ ഈ സ്റ്റൈല് ശരിയല്ല എന്ന് പറയുമ്പോൾ ഇത് എനിക്ക് യോഗ്യമാണ്. ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും, നമ്മൾ നമ്മുടെ മക്കളോടും അങ്ങനെയൊക്കെ തന്നെ പറയുന്നത്, നമ്മൾ പറയുന്നതാണ് നമ്മുടെ മക്കൾ കേട്ട് പഠിക്കുന്നത്. അപ്പോൾ ദൈവവചനത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 2 വേദഭാഗങ്ങൾ പ്രധാനമായിട്ടും പുതിയ നിയമത്തിലുണ്ട്. ഇന്ന് ഈ കാലങ്ങളിലൊക്കെ നമുക്കറിയാം, കുന്നംകുളത്തും കുമ്പനാടും ആരംഭിച്ച വേർപാട് പ്രസ്ഥാനം ആഭരണമൊക്കെ ഒഴിവാക്കി വേർപെട്ട് വന്നവരുടെ കൂട്ടമാണ്. എന്നാൽ കേരളത്തിന് പുറത്ത്, തമിഴ്നാട്ടിലും വടക്കേന്ത്യയിലും അമേരിക്കയിലും ഗൾഫ് കൺട്രീസിലും ഒക്കെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇന്നത്തെ തലമുറയ്ക്ക് ചോദ്യം, കേരളത്തിൽ മാത്രമാണോ ബൈബിൾ ഉള്ളത്, കേരളത്തിന് പുറത്തും ബൈബിൾ ഇല്ലേ? ഈ വേഷവിധാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ
ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഈ വിഷയത്തിൽ ഒരു വാക്കുകൂടി ചേർത്ത് പറയണം എന്ന് പ്രേരണ തന്നതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞു മുന്നോട്ട്. കാരണം നമ്മൾ ഈ ഒത്തിരി യോഹന്നാനെ കുറിച്ച് പഠിച്ചിട്ട് കാര്യമില്ല, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ വർക്കൗട്ട് ആവുക എന്നുകൂടി പഠിക്കണം. അപ്പൊ യോഹന്നാന്റെ വേഷവിധാനം, യോഹന്നാൻ ആരാണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് നിങ്ങളെ ഉപദേശിച്ചത് ആര്? ഈ പ്രവാചക ശബ്ദം ഇത് ഒത്തിരി ഷാർപ്പാണ്. സർപ്പസന്തതി എന്ന് ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വിശ്വാസികളെ പോലും വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ അവിശ്വാസികളെ ചെയ്യുന്ന സർപ്പസന്തതി എന്ന് വിളിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? എന്നാൽ യോഹന്നാനെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അത് കേട്ടവർക്ക് ഉള്ളിൽ മാനസാന്തരമുണ്ടായി. അതാണ് അതിന്റെ പ്രത്യേകത. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി അവരുടെ മുമ്പാകെ നിന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാന്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ വേഷവിധാനം, നമ്മുടെ ഹെയർ സ്റ്റൈല്, ഡ്രസ് കോഡ് എല്ലാം ചേർന്നതാണ് നമ്മുടെ ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്. അല്ലെ, നമ്മൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത്. ഈ വ്യക്തി യോഹന്നാൻ അവിടെ നിൽക്കുമ്പോൾ അരയിൽ ലെതർ ബെൽറ്റ് ഒക്കെ കെട്ടി ഒട്ടകരോമം കൊണ്ട് ഉടുപ്പൊക്കെ ഇട്ട് ഗംഭീര ശബ്ദത്തോടെ സംസാരിക്കുമ്പോൾ ഒരു പ്രവാചക ശബ്ദമായിട്ട് ഇത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലുവാനായിട്ട് ഇടയായി. ഇതുപോലെ കേരളക്കരയിൽ മുഴങ്ങിക്കേട്ട ഒരു ശബ്ദമാണ് വേർപാടിന്റെ ശബ്ദം. ഇന്ന് നമ്മൾ പഠിപ്പിക്കുമ്പോൾ എല്ലാവരും സ്വർഗത്തിൽ പോകും. യേശുവിനെ അങ്ങ് ഏറ്റു പറഞ്ഞാൽ മതി. യേശുവിനെ ഏറ്റു പറയാൻ വേണ്ടി ഇഷ്ടം പോലെ ന്യൂ ജനറേഷൻ ചർച്ചസ് അവർ ഏറ്റു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പം നമ്മളിപ്പോൾ അതിനോട് ചേർന്ന് ഏറ്റു പറഞ്ഞാൽ നേരെ സ്വർഗത്തിൽ. നമ്മുടെ പിള്ളേരെയും സൺഡേ സ്കൂൾ തൊട്ട് ബാലസംഘ ക്യാമ്പ് തൊട്ട് യൂത്ത് ക്യാമ്പ് തൊട്ട് എല്ലാ ക്യാമ്പിലും നിങ്ങൾ ഏറ്റു പറഞ്ഞാൽ സ്വർഗത്തിലാണ്. അത് ബൈബിളിലെ ഒരു വാക്യമായി. ഏറ്റു പറഞ്ഞാൽ സ്വർഗം, ഏറ്റു പറഞ്ഞാൽ സ്വർഗത്തിൽ പോകില്ല. പക്ഷെ ഈ ഏറ്റുപറച്ചിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ നമ്മൾ വിട്ടുപോകുന്നു. പാപബോധവും പാപത്തെക്കുറിച്ചുള്ള മാനസാന്തരവും ഇല്ലാതെ ഏറ്റുപറയുന്ന ഏറ്റുപറച്ചിലുകൾ കേവലം അതരച്ചർവണമാണെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ ആളുകൾക്ക് ഇന്നത്തെ ഏറ്റവും വലിയൊരു ഏറ്റവും കൂടുതൽ ഏറ്റുപറയിപ്പിച്ചവരാണ് ആൾക്കാർക്ക് വേണ്ടത്. അങ്ങനെ വരുന്ന കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ വേർപാട് സമൂഹം കഴിഞ്ഞ 150 വർഷത്തെ 150 കേരളത്തിലെ ഏകദേശം 145 150 വർഷത്തോളം പഴക്കമുണ്ട്. ആദിമ പിതാക്കന്മാർ എന്തുകൊണ്ട് ചില കാര്യങ്ങൾ വെടിഞ്ഞു എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഇന്നത്തെ തലമുറയ്ക്കില്ല. അതുകൊണ്ട് അവരതിലെല്ലാം ന്യായീകരണം കണ്ടെത്തുന്നു. നമ്മുടെ സഭകൾ ആ ന്യായീകരണത്തിന് വശംവദരായിത്തീരുന്നു. 2 ലേഖനങ്ങളിൽ വ്യക്തമായിട്ട് ഒരു വിശ്വാസികളുടെ വസ്ത്രധാരണവും വേഷവിധാനവും എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 3-ാം അധ്യായം നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. 2:9-10. നിങ്ങൾ അലങ്കരിക്കേണ്ടത് പൊന്ന് വിലയേറിയ വസ്ത്രം ഇവ കൊണ്ടല്ല. അതേ വിഷയം തന്നെ പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 3:3-4 വാക്യങ്ങളിൽ പറയുന്നു. അപ്പോൾ ഇന്ന് നമ്മൾക്കറിയാം, ഞാനിത് പറഞ്ഞു വരുന്ന വിഷയം, നമ്മൾ ഉപദേഷ്ടാക്കന്മാർ പോലും ഇന്ന് പറഞ്ഞു വരുന്ന വിഷയം ആഭരണ വർജന ഒരു ഉപദേശ വിഷയമല്ല. ഉപദേഷ്ടാക്കന്മാർ മാത്രമല്ല, വിശ്വാസികളും അനേകർ പറയുന്നുണ്ട് ആഭരണ വർജന ഒരു ഉപദേശ വിഷയമല്ല. നമ്മുടെ പിതാക്കന്മാർക്ക് പറ്റിയ, ചിലർ പറഞ്ഞ് പറ്റിയൊരു അബദ്ധം, അങ്ങനെ പറയുന്നവരുണ്ട്. എന്നെ കേൾക്കുന്നവർ എത്ര പേര് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ പറയുന്നവരോട് ഞാൻ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട്. രണ്ടാമത് പറയുന്ന ഒരു കൂട്ടരെന്ന് പറഞ്ഞാൽ അന്നത്തെ പിതാക്കന്മാർ ഗതികെട്ടവരായിരുന്നു. അവർക്ക് ഈ സ്വർണ്ണം ഒന്നും മേടിക്കാനുള്ള മാർഗം ഉണ്ടായില്ല. അതുകൊണ്ട് മറ്റുള്ളവരും ഇത് അണിയണ്ട എന്ന് വെച്ചിട്ട് ഒഴിവാക്കി. ഇത് 2 ശുദ്ധമണ്ടത്തരമാണ്. ഇത് രണ്ടുമല്ല യാഥാർത്ഥ്യം. നമ്മുടെ ആദിമകാല പിതാക്കന്മാരെ കുറിച്ച് ചിന്തിച്ചാൽ അവരിൽ പലരും ധനാഢ്യന്മാരായിരുന്ന, ഏക്കർ കണക്കിന് ഭൂമിയും സ്വത്തും ഒക്കെ ഉണ്ടായിരുന്ന വീട് വിട്ട് അവർ വന്നു. അവർ കർത്താവിൽ വിശ്വസിച്ച് വിശ്വാസത്താലുള്ള നീതീകരണം എന്നുള്ള ഉപദേശത്തെയും രക്ഷയുടെ ഭദ്രതയെയും അതുപോലുള്ള അടിസ്ഥാന ഉപദേശങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ സമുദായത്തിൽ നിന്ന് അവരെ ഭ്രഷ്ട് കൽപ്പിച്ച് പുറത്താക്കിയപ്പോൾ അവരൊന്നുമില്ലാത്തവരായി തീർന്നു എന്നതൊരു യാഥാർത്ഥ്യം. എന്നാൽ പിൽക്കാലത്ത് പിന്നീട് വീണ്ടും അവരുടെയൊക്കെ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിച്ചാൽ അവരൊക്കെ കോടീശ്വരന്മാരായി തീർന്നിട്ടുണ്ട്, ധനാഢ്യന്മാരായി തീർന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരാരും ഈ ധനത്തിന്റെ ഡിപ്പെൻഡൻസിലല്ല ഇവർ ഈ കാര്യം ചെയ്തത്, ദൈവവചനത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലാണ് എന്നുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസികൾക്ക് വിശ്വാസത്തിന്റെ ഉപദേശമുണ്ട്, ജീവിതത്തിന്റെ ഉപദേശമുണ്ട്. വിശ്വാസത്തിന്റെ ഉപദേശമാണ് രക്ഷയുടെ ഭദ്രത, തൃപ്തിയൊക്കെ. ഇതൊക്കെ വിശ്വാസത്തിന്റെ ഉപദേശമാണ്. യോഗ്യമായി വസ്ത്രം ധരിക്കുക, പൊന്നുകൊണ്ട് അലങ്കരിക്കാതെ സൽപ്രവൃത്തികളെ കൊണ്ട് അലങ്കരിക്കുക എന്നുള്ളത് പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടിയുള്ള ഉപദേശമാണ്. ഞാൻ പറഞ്ഞു, ഇത് കേരളക്കരയിലുണ്ടായ വേർപാട് നവീകരണം, അതൊരു നവീകരണ മൂവ്മെന്റ് ആണ്. നമുക്കറിയാം ഇഷ്ടംപോലെ മൂവ്മെന്റ്സ് ഇവിടെ ലോകമെമ്പാടും ക്രിസ്ത്യൻ മൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓരോ മൂവ്മെന്റ്സിനും ഒരു ദർശനം, ഒരു ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു. കേരളത്തിൽ കുന്നംകുളത്തും കുമ്പനാടും ഏകദേശം ഒരേ കാലയളവിൽ ഉണ്ടായ ആത്മിക ഉണർവിൽ അവർക്ക് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ കൊടുത്തിരുന്ന പ്രേരണ
മിതമായ യോഗ്യമായ വസ്ത്രം ധരിച്ച് ആഭരണം വർജിച്ച്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്കറിയാം, നാമധേയ ക്രിസ്തവരും അക്രൈസ്തവരും ഒരുപോലെ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്ന താലിമാലകളെ അവർ ഉപേക്ഷിച്ചു. അവര് കർത്താവിന് വേണ്ടി വേർപെട്ട് ജീവിക്കുന്ന നല്ല സാക്ഷ്യമുള്ള ജീവിതങ്ങളായിട്ട് അവർ ജീവിതത്തെ അർപ്പിച്ചു. അവരുടെ മക്കൾ വന്നപ്പോൾ അവർക്ക് പോലും പലർക്കും ഇതൊരു ഉപദേശമാണെന്ന് തോന്നുന്നില്ല. അത് സ്വാഭാവികമാണ്. എന്നിട്ട് അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പിതാക്കന്മാർ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു എന്നുള്ളത് പിതാക്കന്മാർക്ക് മാത്രം അറിയാവുന്ന വിഷയം. മക്കളോട് അത് വേണ്ടും പോലെ പറഞ്ഞു കൊടുക്കുന്നതിൽ പല പിതാക്കന്മാരും പറയും. ചിലർ എൻ്റെ കാരണന്മാർ ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് അത്രയാണ് ചിലരുടെ അണ്ടർസ്റ്റാൻഡിങ്. അത് കാരണന്മാർക്ക് പറ്റിയ മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഞാനത് തിരുത്തുന്നു എന്ന് പറഞ്ഞ് വീണ്ടും ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ 150 വർഷം വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആഭരണം ധരിക്കാതെ യോഗ്യമായി വസ്ത്രം ധരിച്ച് നടന്നു പോകുന്ന ഒരു സഹോദരി ഒരു സഹോദരനെ കണ്ടു കഴിഞ്ഞാൽ അതൊരു വിശ്വാസിയാണ് എന്ന് നമ്മൾ പറയും. ഇന്നും നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി ഓർണമെന്റ്സ് ഇല്ലാതെ കടന്നു പോയാൽ പറയും, ഓ അത് ഒരു വിശ്വാസി പെന്തക്കോസ്തുകാരി ആയിരിക്കും എന്ന് പറയും. പക്ഷെ ഇന്ന് പെന്തക്കോസ്ത് അടക്കം ബ്രദറിനടക്കം എല്ലായിടത്തും ആഭരണം ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഉപദേഷ്ടാക്കന്മാർ പറയുന്നത് തന്നെ ഒരു നിലവാരത്തിലേക്ക് കാര്യങ്ങൾ. അതൊരു ഉപദേശ വിഷയമല്ല, അതിലൊരു തെറ്റില്ല. പിന്നെ അല്പമാകാം, അധികമായി പോകരുത്, അങ്ങനെ ഒരു സിസ്റ്റം വചനത്തിലില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യത്തിൽ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്, 2 പേരുടെ സാക്ഷ്യത്താൽ ഏത് കാര്യവും സത്യമെന്ന് നിങ്ങൾ തന്നെ വിധിക്കുന്നുവല്ലോ. അപ്പോൾ ഒരു സാക്ഷിയുടെ മൊഴിയാൽ നിങ്ങൾ ഒരു നടപടി എടുക്കരുത്, ഒരു വിഷയത്തിന്റെ വസ്തുതയിലേക്ക് വരരുത്. 2 പേരുടെ സാക്ഷ്യത്താൽ ഒരു കാര്യം സത്യമായി വെളിപ്പെട്ടു വരുമെന്ന് ന്യായപ്രമാണത്തിൽ പറയുന്നത്. കർത്താവ് താൻ ദൈവപുത്രനാണ് എന്നുള്ള വിഷയം കർത്താവിനെ കുറിച്ച് സാക്ഷ്യം പറയുന്നതിനുള്ള ബന്ധത്തിലാണ് ആ വിഷയം അവിടെ പറയുന്നത്. കർത്താവ് പറയുന്ന വിഷയം 2 മനുഷ്യരുടെ സാക്ഷി. ആഭരണവും വസ്ത്രവിധാനവും സംബന്ധിച്ച് വേഷവിധാനവും സംബന്ധിച്ച് സഭയ്ക്കുള്ള ദൂതിൽ ഒന്ന് കിടക്കുന്നത് സഭാപരിപാലനത്തിൽ, അല്ലെങ്കിൽ ഉപദേശ ലേഖനങ്ങളിൽ തിമോഥെയോസിന്റെ ലേഖനത്തിൽ, ഇടയലേഖനങ്ങളിൽ. മറ്റൊന്ന് കിടക്കുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ. ഇത് കണ്ടിട്ട് പറയാം അതൊരു ഉപദേശ വിഷയമല്ല. എന്തിനു വേണ്ടി പറയുന്നു? ഈ ദ്രവ്യത്തിന്റെ ഉപായം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ താല്പര്യമുള്ളവരിലാണ് കാശ് കൂടുതൽ, അതിങ്ങ് പോരട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഉപദേശം. പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ കളഞ്ഞത് മുഖാന്തരം കുടുംബത്തിൽ നിന്ന് ഭ്രഷ്ടയക്കപ്പെട്ട ഒരു തലമുറ ഇപ്പോൾ ഇവിടെയുണ്ട്. അവരുടെ മുമ്പിൽ അന്ന് പഠിപ്പിച്ചത് അബദ്ധമായി പോയി എന്ന് ഇന്നത്തെ ഉപദേശകന്മാർ പറയുന്നുവെങ്കിൽ ഉപദേഷ്ടാക്കന്മാർ തങ്ങളുടെ വിളിയെയും നിയോഗത്തെയും പരിശോധിക്കേണ്ടത് ആവശ്യം. ഞാൻ ഇത്രയും ഗൗരവമായിട്ട് പറയാനുള്ള കാരണം നമ്മുടെ വിശ്വാസ ദർശനത്തില് മാറ്റം വരുമ്പോൾ വചനത്തിന് മാറ്റം വരില്ല. വചനം കൃത്യം, അത് ഉപദേശമല്ല എന്ന് പറയുന്നതാണ് പ്രശ്നം. ഇപ്പൊ മദ്യപാനം തെറ്റാണ്, ഒരു പേക്ക് അടിച്ചോ അല്പമല്ലേ ഉള്ളൂ, നീ മദ്യപാനിയാകാതിരുന്നാൽ മതി എന്ന് പറയുന്നത് പോലെയാ. അല്പമൊക്കെ ആയിക്കോ, എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മക്കൾ ഇത് അണിയുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉപദേശത്തിൽ മായം ചേർക്കുന്നു, വെള്ളം ചേർക്കുന്നു, നമ്മൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. പഴയ നിയമ പ്രവാചകന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയൊരു പരാജയമായിരുന്നു മക്കൾക്ക് വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യുക എന്നുള്ളത്. പക്ഷേ അതിന്റെ ഭവിഷ്യത്ത് പറയുന്നത് പ്രവാചകൻ, പുരോഹിതൻ, നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നവർ ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകൾ ചെയ്താൽ ദൈവജനത്തെ മൊത്തത്തിൽ അത് ബാധിക്കുമെന്ന് ഇസ്രായേൽ ചരിത്രം നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു വെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് യോഹന്നാന്റെ അറ്റയർ, അവന്റെ വേഷവിധാനം, അവൻ ആരാണ് എന്നതിന് സാക്ഷ്യമായിരുന്നു. ഇന്ന് വിശ്വാസികൾക്ക് താൻ പുറത്തിറങ്ങുമ്പോൾ ഒരു വിശ്വാസിയാണ് എന്ന് പറയുവാൻ മടിയാണ്, ലജ്ജയാണ്. കാരണം എന്താ? അങ്ങനെ വിശ്വാസിയായിട്ട് ഐഡന്റിഫൈ ചെയ്താൽ, വിശ്വാസിയായി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ഇതങ്ങനെ വേണം ഞാൻ പറയുന്നത്. നമ്മുടെ ചോയ്സാണ്. വ്യക്തിപരമായി എൻ്റെ കർത്താവിനെ ഞാൻ എത്രത്തോളം കണ്ടിട്ടുണ്ട്, എൻ്റെ കർത്താവുമായിട്ടുള്ള എൻ്റെ ഇൻ്ററാക്ഷൻ, എൻ്റെ ഇടപെടൽ എങ്ങനെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ തീരുമാനങ്ങൾ വരിക. പക്ഷെ അത് ദൈവജനത്തിന് ദോഷമാകുന്ന നിലയിലേക്ക് കൺവേർട്ടായി പോയി കഴിഞ്ഞാൽ വലിയ ദോഷം അതിലേക്ക് വരുമെന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം ദൈവത്തിന്റെ കൃപ. ഇത് കൃപാകാലയളവായതുകൊണ്ട് ഇനി അമേരിക്കയിലുള്ളവർക്കും വടക്കേന്ത്യയിലുള്ളവർക്കും തമിഴ്നാട്ടിലുള്ളവർക്കും ഈ ദർശനം ഉണ്ടായില്ലെന്ന് ചോദിച്ചാൽ, വേർപാട് പ്രസ്ഥാനം, വേർപാട് നവീകരണം ഉണ്ടായത് കേരളത്തിലാണ്. ഇവിടെ നിന്ന് വേർപാട് ഉപദേശിമാർ പുറത്തേക്ക് പോയി. അവർ പോയിടത്തൊന്നും ഇട്ടുകൊണ്ടല്ല പോയി, ഇടാതെയാണ് പോയത്. അവർ പോയത് പറഞ്ഞ് അവിടെ ഇത് ഇട്ടില്ലെങ്കിൽ അതാ പ്രശ്നം, ഇതാ പ്രശ്നം. പക്ഷെ അവരുടെ ഭാര്യമാർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അവരവർക്കില്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് നമ്മൾ ഒറ്റ ലക്ഷ്യമേ ഇട്ടുള്ളൂ, നമുക്ക് കൺവേർട്സിനെ വേണം, നമുക്ക് ആളുകളെ വേണം. എന്നിട്ട് ആളുകൾ ഇടിച്ചു കയറിയോ? ഇപ്പൊ കേരളത്തിൽ തന്നെ ഒത്തിരി ആളുകൾ ഓർണമെന്റ്സ് അങ്ങ് അനുവദിച്ചാൽ വിശ്വാസികൾ സഭയിലേക്ക് ഇടിച്ചു കയറുമെന്ന് പറഞ്ഞ് ഓർണമെന്റ്സ് ഇട്ടോന്ന് നടന്നു.
ഓർണമെന്റ്സ് അല്ല ഒരു വ്യക്തിയെ സഭയിലേക്ക് നയിക്കുന്നതോ സഭയ്ക്ക് പുറത്തേക്ക് ആക്കുന്നതോ. നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ആ അറ്റയർ, നമ്മുടെ വേഷവിധാനം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഐഡന്റിറ്റി. അപ്പോൾ യോഹന്നാനും ഈ ശിഷ്യന്മാരൊക്കെയും കർത്താവിന്റെ മുമ്പിൽ ഈ വിഷയം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അതിന്റെ വ്യക്തമായ സാക്ഷ്യം എന്ന് പറയുന്നത് അവരെന്തു കണ്ടു, ആരെ കണ്ടു എന്നത് സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്ന ബോധ്യത്തിന് വേണ്ടി നിൽക്കുവാൻ അവർ തയ്യാറായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ തല പോയത് എന്തുകൊണ്ടാ? പത്രോസ് അപ്പോസ്തലൻ തലകീഴെ ക്രൂശിക്കപ്പെടേണ്ടത് വന്നെന്തുകൊണ്ടാ? പൗലോസിന്റെ തല പോയത് എന്തുകൊണ്ടാ? പൗലോസിനൊക്കെയും ലഭിച്ച ബോധ്യത്തിന് വേണ്ടി തല കളയുവാനായിട്ട് പൗലോസ് പ്രതിജ്ഞാബദ്ധതയുള്ള വ്യക്തിയായിരുന്നു. യോഹന്നാൻ സ്നാപകൻ കർത്താവിന് പാതി ഒരുക്കുവാനായിട്ട് വന്നെങ്കിലും പാപത്തെ നിശ്ചിതമായി വിമർശിക്കുവാനായിട്ടുള്ള തൻ്റെ ആർജവം താൻ കൃത്യമായിട്ട് ഉപയോഗിച്ചപ്പോൾ തനിക്കെതിരെ നിൽക്കുക, താൻ ആരെക്കുറിച്ച് പറയുന്നു എന്നത് തനിക്കൊരു വിഷയമായിരുന്നില്ല. ദൈവത്തിന്റെ ശുശ്രൂഷകനായിരിക്കുന്ന വ്യക്തി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള വിഷയം പറയുമ്പോൾ താൻ കണിശക്കാരനായിരുന്നു. ആ കണിശത്തിന് കൊടുക്കേണ്ടി വന്ന വില തൻ്റെ പ്രാണനായിരുന്നു. ആ പ്രാണൻ പിടിയുവാനുള്ള വൈമനസ്യം, ഈ ലോകത്തിൽ സുഖത്തോടെ ജീവിക്കണം എന്നുള്ള വൈമനസ്യമാണ് നമ്മളെ കോംപ്രമൈസുകളിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ദൈവകൃപ എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ട് ഒരു വാക്യനോട് ചേർത്തൊന്ന് വായിച്ചിട്ട് നമ്മൾ 2-ാം അധ്യായത്തിലേക്ക് പോകുന്നതാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവകൃപ, നമ്മൾ കൃപയെ കാണുന്നത് നമുക്കിഷ്ടമുള്ള പോലെ ജീവിക്കാനുള്ള ഒരു ലൈസൻസ്, അനുവാദ ചീട്ടായിട്ടാണ് നമ്മൾ ദൈവകൃപയെ കാണുന്നത്. പക്ഷെ ദൈവവചനം ദൈവകൃപയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാ. പ്രപഞ്ചമോഹവും ഭക്തികേടും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കുവാനായിട്ട്, സുബോധത്തോടും ദൈവഭക്തിയോടും. ഇനി ഈ വാക്യങ്ങളെ ഒന്ന് ചേർത്ത് പഠിച്ചാൽ തിമോഥെയോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും ഒരു വിശ്വാസി, അത് സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും അവരുടെ അപ്പിയറൻസ് എന്ന് പറയുന്നതിൽ വെളിപ്പെടേണ്ടത് ദൈവഭക്തിയാണ്. അതിനെന്താണോ സ്യൂട്ട്? ആ ഒരു കാഴ്ചപ്പാട് നമ്മളിൽ നിന്ന് അന്യം വന്നു പോയതുകൊണ്ട് നമ്മുടെ തലമുറയെ നമ്മൾ അറിയാതെ തന്നെ അവരുടെ പരാജയങ്ങൾക്ക് ശാസനയിലൂടെ, ഉപദേശത്തിലൂടെ, നിർദ്ദേശത്തിലൂടെ തിരുത്തൽ വരുത്തുന്നതിന് പകരം അവർക്കു വേണ്ടി നമ്മൾ ഉപദേശ വീക്ഷണങ്ങളിൽ, ഉപദേശ ദർശനങ്ങളിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് തെന്നിപ്പോയാൽ അടുത്ത തലമുറ വരുമ്പോൾ അവർ ഏറ്റവും അടിത്തട്ടിലേക്ക് തെന്നി വീഴുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് പ്രവാചക ശബ്ദം, ദൈവശബ്ദം എന്ന് പറയുന്നത് ഇത്ര കണിശതയുള്ള ഒരു വിഷയമാണ്. ഒരു വ്യക്തിയെ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു വിഷയമാണ് കർത്താവിനെ കുറിച്ചുള്ള ദർശനവും കർത്താവിലേക്കുള്ള ആഹ്വാനവും. നമ്മുടെ ജീവിതത്തിൽ ഈ നിലയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വർദ്ധിച്ച കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് ഞാൻ അനുവദിക്കാനായിട്ട് പാടില്ല. നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അവർ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ ചെറുപ്രായം തൊട്ടേ അവരുടെ ഹൃദയത്തിലേക്ക് ഇൻജക്റ്റ് ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. നിന്റെ മാതാവും നിന്റെ പിതാവും നിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദറും ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറും ഒക്കെ എന്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്തു? അത് ഇന്ന കാരണത്താലാണ്. അവരുടെ നിവൃത്തികേട് കൊണ്ടല്ല, അവരുടെ ആത്മീക സമർപ്പണം കൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പരാജയപ്പെട്ടിടത്ത് എന്ത് സംഭവിക്കുന്നു? അനുരഞ്ജനങ്ങളുടെ പാത ഉണ്ടാകും. ഉപദേഷ്ടാക്കന്മാർ അതിനനുസരിച്ച് നാടോടുമ്പോൾ നടുവേ ഓടിയാലേ നിലനിൽപ്പുള്ളൂ, വേദികളുള്ളൂ, കാശുള്ളൂ. എന്നാൽ ഒരു ശുശ്രൂഷകൻ, ഒരു പ്രവാചകൻ, ഒരു ദൈവദാസന്റെ നിയോഗം ഇത് മൂന്നുമല്ല. ഇങ്ങനെയുള്ളവർ എല്ലാ കാലത്തും ഉണ്ട്. 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, 21-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു, പഴയ നിയമകാലത്തും ഉണ്ടായിരുന്നു. മോശയെ പോലെ കണിശമായിരിക്കുന്ന തീരുമാനമെടുത്ത്. അതിന് കാരണം എന്തായിരുന്നു? ഞാൻ അഹ്റോനെ കുറ്റപ്പെടുത്തതില്ല. മോശയാണ് ദൈവത്തെ മുഖാമുഖമായി കണ്ട് ദൈവത്തോട് അരുളപ്പാട് പ്രാപിച്ചതും ദൈവത്തോട് സമ്പാദിച്ചതും ദൈവത്തെ അടുത്തറിഞ്ഞതും മോശയാണ്. അതുകൊണ്ട് മോശയുടെ നിലപാടുകൾ വളരെ ശക്തമാണ്. എന്നാൽ മോശ വന്ന് അഹ്റോനോട് പറയുന്ന കാര്യങ്ങളാണ് അഹ്റോനോട് കേൾക്കുന്നത്. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു ഈഗോ പ്രശ്നം ഇവിടെ ഉണ്ടായി. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൽ വരുമ്പോൾ ദൈവം മോശയോട് മാത്രമാണോ ഞങ്ങളോട് സംസാരിച്ചിട്ടില്ല എന്ന് ചോദ്യം വരുന്നൊരവസ്ഥയുണ്ടായി. ഇത് മനുഷ്യ സഹജമാണ്. എന്നത്തെ ആരെയും കുറ്റം പറയാം. നമുക്കുള്ള സ്വഭാവം ഇത് മനുഷ്യ സഹജമാണ്.
എന്നാൽ ഞാൻ പറഞ്ഞു വരുവാനായിട്ട് ആഗ്രഹിച്ച വിഷയം, ഈ കർത്താവിനെ അനുഗമിച്ച യോഹന്നാൻ അപ്പോസ്തലനടക്കമുള്ള ഈ 5 ശിഷ്യന്മാർ, പ്രാഥമികമായിട്ട് 1-ാം അധ്യായത്തിൽ കാണുന്ന ഈ 5 ശിഷ്യന്മാരും കർത്താവിനെ കണ്ടെത്തിയപ്പോൾ അവരുടെ ഹൃദയത്തിൽ വ്യക്തമായിരിക്കുന്ന ബോധ്യം കർത്താവിനെ കുറിച്ചുണ്ടായിരുന്നു. ആ ബോധ്യമാണ് അവർ കർത്താവിനെ കുറിച്ച് സാക്ഷിച്ചത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ കർത്താവിനെ കുറിച്ച് നമ്മുടെ ബോധ്യം എന്താ? ആ ബോധ്യം വേണം നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ. അവരെല്ലാം 100% അനുസരിക്കുമെന്നുള്ള ഗ്യാരണ്ടി ഇല്ല. പക്ഷേ പറഞ്ഞു കൊടുത്താൽ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവന് ചില കാര്യങ്ങൾ മക്കളെ ഇത് പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? നമ്മൾ മക്കളെ വളർത്തും ലോകം അല്പമൊക്കെ ഒരു ഭാഷ എന്നോ കുഴപ്പം, ഞാൻ ഭാഷയെതിരെ സംസാരിച്ചു എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുന്നത്, അതൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, എല്ലാവരുടെയും വ്യക്തിപരമായ സ്വാതന്ത്ര്യം. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, ലോകത്തിന്റെ ഫാഷൻ വിശ്വാസികളുടെ ഇടയിലേക്ക് കുത്തിക്കയറ്റുവാനായിട്ട് നമ്മൾ പേരൻസ് നമ്മുടെ മക്കളെ ഉപയോഗിച്ചാൽ അവർ വളർന്നു വരുമ്പോൾ അവിടെ മക്കൾക്ക് വേറൊന്നും ഉണ്ടാകത്തില്ല. ഒരു കാലത്തെല്ലാം മറയ്ക്കുവാനായിട്ട് ശ്രമിച്ച ലോകം ഇന്നെല്ലാം അനാവൃതമാക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മുടെ വിശ്വാസികളായ മക്കൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവഭക്തിയുടെ മർമ്മം എന്താണ്, അവരുടെ പെരുമാറ്റച്ചട്ടം എന്താണ്, അവരുടെ അറ്റയർ, അവരുടെ വേഷവിധാനം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. യോഹന്നാൻ സ്നാപകൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ സെഖര്യാവിനും എലിസബത്തിനും അതൊരു അപമാനമായിരുന്നില്ല. ആ പ്രവാചക ശബ്ദം നിന്ന് സംസാരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉദരത്തിൽ, കർത്താവിന് സാക്ഷിയാകുവാനായിട്ട് വന്ന ആ സ്നാപക യോഹന്നാൻ നിന്ന് സംസാരിക്കുമ്പോൾ ആയിരങ്ങൾ മാനസാന്തരപ്പെട്ടു വരുമ്പോൾ ആ മാതാപിതാക്കളുടെ ഉള്ളിൽ അത് സന്തോഷത്തിന്റെ അനുഭവമാണ്. യേശു കർത്താവിന്റെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ, യോസേഫിനോട് മറിയുള്ള ബന്ധത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവരുടെ ആത്മീക ദർശനം വ്യതിചലിച്ചു പോയാൽ ഏലി പുരോഹിതന് എന്ത് സംഭവിച്ചു? മക്കൾ തെറ്റിപ്പോയപ്പോൾ മക്കളെ കുറ്റം പറഞ്ഞു. പക്ഷെ ഏലി പുരോഹിതൻ എന്ത് സംഭവിച്ചു? നല്ല തുണ്ട നിറച്ച് കിട്ടിയപ്പോൾ ഏലി പുരോഹിതൻ തന്റെ പൗരോഹിത്യ നിയോഗം മറന്നുപോയി. നിസ്സാര വിഷയ, ഒരു ഇറച്ചിക്കഷ്ണം കഴിച്ചോളൂ. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് എന്തായിരുന്നു? മക്കൾ ദൈവത്തിന്റെ യാഗത്തെ അപമാനിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ ഈ ഒരു ഉൾക്കാഴ്ച ദർശനം ഇത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ആവശ്യം. ഇത് ഏലിപ്പുരോഹിതനെ കുറിച്ചും ഇങ്ങനെയുള്ളവരെ കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ദൈവാത്മാവിനും വേറെ പ്രത്യേക ഇത് വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് നമുക്ക് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണം, നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യുവാനായിട്ട്. ആദിമകാല വിശ്വാസികൾ 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭയ്ക്കുള്ളിൽ രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാതെ രക്ഷിക്കപ്പെട്ടു എന്ന ഭാവന കടന്നു വന്നവരുമുണ്ട്. യൂദയുടെ ലേഖനത്തിൽ വരുമ്പോഴത്തേനും അവർ സഭയ്ക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറി നമ്മൾ വായിക്കും. രക്ഷിക്കപ്പെടാത്ത ആളുകൾ അവർ സഭയ്ക്കുള്ളിൽ വിശ്വാസികളുടെ ഇടയ്ക്ക് നുഴഞ്ഞു കയറിയിട്ട് വളരെ അവർ വിശ്വാസികൾ എന്നുള്ള ഭാവന അവിടെ നിന്നുകൊണ്ട് സകലവിധ പാപങ്ങളും ഉപദേശ പിശകളും വിശ്വാസികളുടെ ഇടയ്ക്ക് അവർ സ്പ്രെഡ് ചെയ്തു, അവരുടെ സ്വാധീനം ഉപയോഗിച്ച്. അവർ രക്ഷിക്കപ്പെട്ടവരായിരുന്നില്ല, അവർ നുഴഞ്ഞു കയറി വന്നവരെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് യൂദയിലൂടെ വ്യക്തമായിട്ട് പറയുന്ന സന്ദേശം. ഇതുപോലെ എല്ലാ കാലത്തുമുണ്ട് ദൈവസഭയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ രക്ഷിക്കപ്പെടാതെ സഭയ്ക്കുള്ളിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളെന്ന വ്യാജന ഭാവത്തിൽ നിൽക്കുന്ന, നമ്മളെക്കാളും ഒരുപക്ഷെ ഭക്തിയുടെ വേഷം അവർ നന്നായിട്ട് അണിയുന്നുണ്ടാകും. പക്ഷെ ഭക്തി ശരിയാണോ, അവരുടെ ഉപദേശം ശരിയാണോ എന്നതിന്റെ അളവുകോൽ ദൈവവചനമാണ്. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വേർപാടുകാരായ നാം, ഇംഗ്ലണ്ടിൽ ഉണ്ടായ നവീകരണമല്ല കേരളത്തിൽ ഉണ്ടായത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലുണ്ടായത് ഇൻഡിപെൻഡന്റ് നവീകരണമാണ്. അവർക്കൊരു ആത്മീക പ്രകാശനം ലഭിച്ചപ്പോൾ അവർ കത്തോലിക്ക യാക്കോബായ സഭകളൊക്കെ വിട്ട് അവർ വേർപെട്ട് വന്നു. എല്ലാം 100% പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ അവരുടെ വിശ്വാസ ബോധ്യം പെർഫെക്റ്റ് ആയിരുന്നു. അവരതിനു വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചു. 1-ാം തലമുറ ത്യാഗം സഹിച്ചു, 2-ാം തലമുറ ത്യാഗം സഹിച്ചു, 3-ാം 4-ാം 5-ാം തലമുറകളിലേക്ക് വന്നപ്പോൾ അവർ മറന്നുപോയി എന്താണ് തങ്ങളുടെ പിതാക്കന്മാർ. അതുകൊണ്ടാണ് ഇന്ന് പറഞ്ഞത്, പിതാക്കന്മാർ നിവൃത്തികേട് കൊണ്ടാണ് അവർ പല കാര്യങ്ങളും വേണ്ടത്. ഇന്ന് ഞങ്ങൾ ഒത്തിരി അഡ്വാൻസ്ഡ് ഹൈടെക് സൊസൈറ്റി ജീവിക്കുമ്പോൾ ആ ഒരു കാലത്തെ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, എൻ്റെ ഐഡന്റിറ്റി എന്തുവാണ്? ഞാനൊരു വിശ്വാസിയാണ് എന്ന് ഞാൻ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഞാനൊരു ദൈവ പൈതലാണ്, ഞാനൊരു സുവിശേഷകനാണ്, ഞാനൊരു മൂപ്പനാണ്, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു വിശ്വാസിനിയാണ് എന്ന് മറ്റുള്ളവർക്ക് കാണാൻ എന്താണ് എന്നിലുള്ളത്? അക്ഷയ ഭൂഷണമായ സമാധാനമുള്ള മനസ്സെന്ന് പറഞ്ഞ പ്ലസന്റ് മൈൻഡ്. നമ്മളൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ച് ശ്വാസം പിടിച്ച് ഗൗരവത്തിലാണ് നടക്കുന്നത്. കാരണം ഈ തിയറിയെല്ലാം കൂടെ തലേ കയറി നമ്മളങ്ങ് തിങ്ങിയിരിക്കുക, ഒന്ന് ചിരിക്കാൻ പോലും പ്രയാസമായിട്ട്. ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നത്, ഞാൻ കൂടെ ഉൾപ്പെടുത്തിയ ഞാൻ പറയുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് മൂല്യാങ്കനം ചെയ്യുവാനായിട്ട് ഇടയാകണം. യോഹന്നാൻ സ്നാപകൻ വന്നു നിൽക്കുമ്പോൾ, കർത്താവ് വന്നു നിൽക്കുമ്പോൾ, കർത്താവിന്റെ ശിഷ്യന്മാർ വന്നു നിൽക്കുമ്പോൾ, അന്നത്തെ സാഹചര്യത്തിൽ യഹൂദൻ എന്നുള്ള നിലയിൽ ഏറ്റവും യോഗ്യമായ നിലയിൽ വന്നു നിന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സംസാരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവരെ നേരെ വിരൽ ചൂണ്ടുവാനായിട്ട് ഒരു സാഹചര്യം അവർ കൊടുത്തിരുന്നില്ല.
അവരുടെ സാക്ഷ്യം അതായിരുന്നു. അത് തന്നെയാണ് ഇടയലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലനോട് ദൈവാത്മാവ് പറയുന്നത്. നിങ്ങളുടെ അലങ്കാരം എന്ന് പറയുന്നത് സൽപ്രവൃത്തികൾ. നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ വിശ്വാസത്തിന്റെ പ്രവൃത്തികളായിരിക്കണം. അതുകൊണ്ട് യാക്കോബ് പറയുന്ന വിശ്വാസം പ്രവൃത്തികളിൽ കാണിച്ചത്. ഇതേ വിഷയമാണ് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇങ്ങനെ പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ 1-ാം അധ്യായം കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഹേമിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വിഷയം, എനിക്ക് വളരെ ഭാരം ഈ വിഷയത്തിലുണ്ട്. ഒരു കാലത്ത് നമ്മൾ വിട്ടുപോകുന്ന പലതിനെയും നമ്മുടെ ഇടയിലേക്ക് വലിച്ചിറക്കി കൊണ്ടുവരുവാനായിട്ട് ആളുകൾ ശ്രമിക്കുമ്പോൾ, അത് ഏത് വ്യക്തിയായാലും ശ്രമിക്കുമ്പോൾ, നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടത് ആര് പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല, സനീഷ് പറഞ്ഞത് എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല. വാട്ട് ദ ബൈബിൾ സേസ്, ബൈബിൾ എന്തു പറയും? കർത്താവ് പറയുകയാണ്, ഒരു വാക്യമുള്ളൂ, അത് പൗലോസിന് സുബോധമില്ല. പൗലോസ് ഒരു സ്ത്രീ വിരോധിയായിരുന്നു. ഇന്ന് കേൾക്കുന്നൊരു പൗലോസ് സ്ത്രീ വിരോധിയാണ്. പരിശുദ്ധാത്മാവിന് അവിടെ എന്താ പങ്ക്? ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസൻ മുഖാന്തരം നമുക്ക് എഴുതി തന്ന ലേഖനത്തിൽ ആളുകൾ പൗലോസ് സ്ത്രീ വിരോധിയാണ്, അങ്ങനെ പത്രോസ് സ്ത്രീ വിരോധിയല്ലേ? അല്ല, അവർ പറഞ്ഞ വിഷയം എന്താണ്? വിശ്വാസിക്ക് ഉചിതമാവണ്ണം നിങ്ങൾ കാര്യങ്ങളെ, ജീവിതത്തെ ക്രമീകരിക്കാൻ. നമ്മുടെ അറ്റയർ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ, നമ്മൾ ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ യോഗ്യത അത് ദൈവവചനത്തിന്റെ യോഗ്യത. എൻ്റെ യോഗ്യതയല്ല, എൻ്റെ പിതാവിന്റെ യോഗ്യതയല്ല, എൻ്റെ ഭാര്യ കാണുന്ന യോഗ്യതയല്ല, എൻ്റെ മക്കൾ കാണുന്ന യോഗ്യതയല്ല. ദൈവവചനം എനിക്ക് കൽപ്പിക്കുന്ന യോഗ്യതയിൽ ഞാൻ എന്തായിട്ട് വെളിപ്പെടുന്നു? സഭയിലാരും കുറ്റപ്പെടുത്തത്തില്ല, കുടുംബത്തിലാരും കുറ്റപ്പെടുത്തില്ല, സമൂഹം ഓക്കെ ചെയ്യാൻ, കാരണം അവരുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ദൈവത്തിന്റെ മുമ്പാകെ നാം എങ്ങനെയാണ്? നാഥനിയേലിനോട് കർത്താവ് എന്താ പറഞ്ഞേ? നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന്റെ മനോഭാവത്തെ ഞാൻ അവിടെ കണ്ടു. ആ കർത്താവിന്റെ മുമ്പാകെ നമ്മൾ ഒരു വിശ്വാസിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്താണ്? ഈ വിഷയം വളരെ ഗൗരവത്തിൽ, കാരണം ഇത് ഈ കർത്താവിനെ കാണുക, കർത്താവിനെ സന്ധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ സമൂലമായി രൂപാന്തരപ്പെടുത്തും, നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റത്തെ രൂപാന്തരപ്പെടുത്തും. പേര് മാറ്റിയ പത്രോസിന്റെ സ്വഭാവം മാറ്റി, എടുത്തുചാട്ടക്കാരനായിരുന്നു. പക്ഷെ ശിഷ്യത്വം കൊണ്ട് സ്വർഗത്തിൽ പോകാൻ ഇതൊന്നും വിഷയമല്ല കേട്ടോ. ഇതൊക്കെ ശിഷ്യത്വത്തിന്റെ ഭാഗമാണ്. കർത്താവിനെ അനുഗമിക്കുമ്പോൾ, ശിഷ്യനായിട്ട് പിൻപറ്റുമ്പോൾ, കർത്താവ് നമുക്ക് ചുമതലകൾ തരുമ്പോൾ, ആ ചുമതലകൾ വഹിക്കുന്ന സ്ഥാനത്ത് നാം ആയിരിക്കുമ്പോൾ നമുക്ക് ചില പെരുമാറ്റച്ചട്ടം, നമ്മൾ ഓഫീസിലാണെങ്കിൽ ആ പെരുമാറ്റച്ചട്ടമുണ്ട്, നമ്മൾ ജോലി സ്ഥലത്തുണ്ട്. നമ്മൾ വിശ്വാസികളായിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ഓരോ ശുശ്രൂഷയിലും നമുക്ക് ഈ പെരുമാറ്റച്ചട്ടമുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയം ഗൗരവമായിട്ട് ചിന്തിക്കണം. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ആഴ്ച 2-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. ഈ വിഷയം വളരെ ഗൗരവമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. കർത്താവിന്റെ ശിഷ്യനായിട്ട് ഞാൻ എന്നെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഞാൻ കർത്താവിനെ അനുഗമിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്നെ കർത്താവിന്റെ ദാസനായിട്ട് കാണുവാൻ, കർത്താവിന്റെ പ്രവാചകനായിട്ട് കാണുവാൻ, കർത്താവ് നിയോഗിച്ച സുവിശേഷകനായിട്ട് കാണുവാൻ മറ്റുള്ളവർക്ക് കാണുന്നു. എനിക്ക് തോന്നുന്നുണ്ടെന്നുള്ളതല്ല വിഷയം. എന്നെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു, മറ്റുള്ളവർ വല്ല വിഷയം, അതവിടെ നിൽക്കട്ടെ, എന്നെ കർത്താവ് എങ്ങനെ കാണുന്നു, ആ ഒരു ബോധ്യം വന്നത്. കർത്താവ് എൻ്റെ ഗുരു എന്ന് നദിനേൽ വിളിക്കാനുള്ള ഒരു കാരണം, എന്നെ ഇത്ര വ്യക്തമായിട്ട് എൻ്റെ കർത്താവ് കണ്ടല്ലോ എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ്. ഈ ഒരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും നമ്മുടെ നിലപാടുകളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും ഒക്കെ മാറുവാനായിട്ട് ഇടയായി. ഈ 5 പേര് കർത്താവിന്റെ അടുക്കൽ വന്നു. ഈ 5 പേരുടെയും ജീവിതം സമൂലമായി മാറുവാനായിട്ട് കർത്താവിനെ കണ്ടത് മുഖാന്തരം സാധിച്ചു. നമ്മൾ നമ്മുടെ കർത്താവിനെ കാണുന്നത് കർത്താവിന്റെ വരവെങ്കിൽ ഇന്ന് നമുക്ക് ആക്ഷരികമായിട്ട് നമ്മുടെ കർത്താവിനെ കാണുവാനായിട്ട് കഴിയില്ല. എന്നാൽ ഈ വിഷയങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് ഇന്ന് തിരുവഴുത്തിലൂടെ ഈ കർത്താവിനെ കാണുവാനായിട്ടാണ്. വരുന്ന ദിവസങ്ങളിൽ ദൈവവചനം പ്രായോഗികമായി ഹൃദ്യമായി പറ്റിച്ചേർന്ന് മനസ്സിലാക്കി അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുവാനായിട്ട്, നിലപാടുകൾ അതിൻ പ്രകാരം എടുക്കുവാനായിട്ട്, തെറ്റിനോടകന്ന് യുണീക്കായിട്ട് കർത്താവിന് വേണ്ടി വേർപെട്ട് നിൽക്കുന്ന, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ജീവിതത്തിലേക്ക്, ക്രമീകരണത്തിലേക്ക് വരുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.